Hi friends, welcome back to Shadi's Corner. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കൂർക്ക മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്താനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതൊരു കുക്കർ എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയ കൂർക്ക ചെറുതാക്കി മുറിച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളം പാർന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കൂർക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 10-20 ചെറിയുള്ളി ഉണ്ടാവും, നന്നായി ചതച്ച് വെച്ചതാണ്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിക്ക് പാകത്തിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂർക്കയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചതച്ച മുളക്, ഉണക്കമുളക് ചതച്ചതുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇത്ര തോനെ കാണിക്കുന്നത്. 2 സ്പൂണേ ഉണ്ടാവുള്ളൂ, 2 ടീസ്പൂണ്. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അതിൽ മിക്സാക്കി കൊടുക്കണം. ഉള്ളിയും കൂർക്ക അതിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ആവണം. ഇത് നന്നായിട്ട് മിക്സായി ഇപ്പോൾ നല്ല ഭാഗമായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു നാടൻ വിഭവമാണ്, വളരെ ടേസ്റ്റാണ്. കൂർക്ക ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.